ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു NASTHAS കിച്ചൺ. ഞാൻ ഇന്നിവിടെ പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ 1/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കാം. ഇറച്ചി നല്ലപോലെ വേവേണ്ട ആവശ്യമില്ല. നമുക്കത് മസാല ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാനുള്ളതാണ്. ഇനി അതിലേക്ക് ആവശ്യമായ ചെറുതായി അരിഞ്ഞ തക്കാളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒന്ന് നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും ചേർത്ത് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് ഒന്നും കൂടി നല്ല പോലെ വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായി ഞാൻ എടുത്തിരിക്കുന്ന 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, 2 ചെറിയ സ്പൂൺ ബിരിയാണി മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ അരപ്പ് കൂടുതലായിട്ട് അരഞ്ഞു പോകരുത്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് നേരത്തെ കുക്കറിൽ വെച്ച ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ബീഫ് നേരത്തെ പറഞ്ഞ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് നന്നായി കുക്കറിൽ വേവിച്ചെടുക്കാം. മോനെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. അപ്പത്തിൻ്റെയും പൊറാട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.